ഹലോ ചങ്സ്, നമ്മളിപ്പോൾ നേരം വെളുത്തപ്പോൾ തന്നെ വിട്ടു. പക്ഷേ നമ്മളെ കാരയിൽ, കൊടുങ്ങല്ലൂർ കാരയിൽ കുറച്ചധികം മീൻ കിട്ടുന്നതായിട്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായിരുന്നു, നേരം വെളുത്തപ്പോൾ തന്നെ എല്ലാവരെയും കൂട്ടി കാരയിലേക്ക് വിട്ടു. കാരയിലേക്ക് പോകുന്ന സമയമാണ് ഒരു 5 മണിയൊക്കെ ആയി കാണും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ അച്ചു ഒരു വല വീശി, വല നിറച്ച് മീൻ തന്നെ കിട്ടിയായിരുന്നു. അങ്ങനെ അവനിങ്ങനെ കൊണ്ടുപോകേണ്ടത് നമ്മളിത് കയറ്റാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ്. അതിനൊപ്പം കണ്ണാവിയും സഹായിച്ച് പയ്യെ അത് വലിച്ച് കയറ്റിയത്. അത് കയറ്റി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിന്ന് പയ്യെ കയറ്റി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഞാനപ്പുറത്ത് വീശുന്നുണ്ട്, ഞാനും കൊടുത്തൊരു പണി. അപ്പോൾ നമ്മൾ ആ വലയും വലിച്ച് വരുന്നുണ്ട്, അതിപ്പോൾ അതിനോടൊപ്പം കാണിക്കാം നമ്മൾ. അപ്പോൾ ഈ വല കയറുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ വലിച്ച് കയറ്റാനും ഇതിനൊക്കെ സഹായിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുമേഷേൻ്റെയും കണ്ണാവിടെയും ആഹ്ലാദ പ്രകടനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ അടുത്തായി ഞാനാണ് വല വലിച്ച് വരുന്നത്. ഞാനവിടെ എത്തുമ്പോൾ നീ കരയിലെത്തിയിട്ട് ബാക്കി കാണാൻ നിങ്ങൾക്ക്. ആദ്യം കുറച്ച് വലയിൽ കാണുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൽ കാണും. ഞാനും വല വീശിക്കഴിഞ്ഞ് പറഞ്ഞലാന്നാണ് വിചാരിച്ചത്. പിന്നെ വല പൊന്തിക്കഴിഞ്ഞപ്പോൾ നമ്മളെ വലയുടെ അടിയിലായിട്ടാണ് അതിനെ കണ്ടത്. അപ്പോൾ നമ്മളും ഇപ്പം നമ്മുടെ വലയിൽ അധികം മീനുണ്ട്. ഒരു 10, 40, 35 കിലോളം മീൻ നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഒറ്റ വീശല്. അപ്പം അത് വലിച്ചു കയറ്റാനായിട്ട് പെടുന്ന പടാണ് ഈ കാണിക്കുന്നത്. കണ്ണാവാൻ നേരത്തെ വന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്ര അധികം മീനെന്ന്. നമുക്കെന്തായാലും സന്തോഷമായി, ഭയങ്കര സന്തോഷമായി ആ മീൻ കിട്ടിയപ്പോൾ. അപ്പോൾ വല കയറ്റി വെച്ചതിനുള്ള ബാക്കി ദൃശ്യമാണ് ഈ കാണുന്നത്. ഇപ്പം എന്തായാലും സന്തോഷമാണ്, എല്ലാവർക്കും നല്ല ഹാപ്പിയാണ്. ഇത്രയും മീൻ കിട്ടി, രാവിലെ വന്ന് മീൻ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പുറത്തുള്ളൊരു ചേട്ടൻ്റെ ഫോണിലും പിന്നെ വേറൊരു ചേട്ടൻ്റെ സുമേഷേൻ്റെ ഫോണിലും കൂട്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. അതാണ് പല ക്ലാരിറ്റി ആയിട്ട് കാണിക്കുന്നത്. നമുക്ക് ഫോണൊന്നുമില്ല, ഇത് ലാസ്റ്റ് പേർത്തിട്ടതിന് ശേഷമാണ് കാണുന്നത്. കുന്നാക്കിയിട്ടാണ് നമ്മൾ മീൻ ഇട്ടിരുന്നത്. അപ്പോൾ മൊത്തം നമുക്ക് അന്നത്തെ ഒരു ദിവസം മൊത്തം ഒരു 50 കിലോ റേഞ്ച് അയില മാത്രം കിട്ടിയിട്ടുണ്ട് ഈ ഒരു 3-4 വീശലിൽ.